നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയേക്കും. വനിതകളെ മുൻനിർത്തി പ്രതിഷേധത്തിനൊരുങ്ങി ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും. വിവാദങ്ങൾക്കിടെ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മണ്ഡലത്തിലെത്തിയേക്കും. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത വൻ സുരക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ പോലീസ് ഒരുക്കുന്നത്. ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും വനിതകളെ മുൻനിർത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെത്തി ചില സ്വകാര്യ ചടങ്ങുകളിൽ ആദ്യം സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ വരവിനെ DCC നേതൃത്വം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയിൽ പമ്പാതീരം. ഇന്ന് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. രാവിലെ 6 മണി മുതലാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചത്. നിരവധി പേർ ഇപ്പോൾ തന്നെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് പമ്പാതീരത്തും സമീപ പ്രദേശത്തും ഒരുക്കിയിരിക്കുന്നത്. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനത്തെ തുടർന്ന് 3 സെഷനുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ജയകുമാർ IAS നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയാണ് ആദ്യത്തേത്. 3000-ലധികം ആളുകൾ ഇന്ന് സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം വഴിക്കടവിൽ ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു. മൊടപ്പൊയ്ക സ്വദേശി വർഗീസ് ആണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. വർഗീസിന്റെ ജ്യേഷ്ഠൻ രാജുവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. വർഗീസിന്റെ വീട്ടിലെത്തിയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയാണ് കൊലപാതകം നടന്നത്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ ജ്യേഷ്ഠൻ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവ സമയത്ത് രാജു മദ്യപിച്ചിരുന്നു. തലയില്ലാത്ത നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. അയ്യമ്പുഴ അമലാപുരത്ത് തട്ടുപാറപ്പള്ളിക്ക് സമീപം വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പാറമടയിൽ പാതി മുറിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വെള്ളം നിറഞ്ഞ പാറമടയിൽ പൊങ്ങിക്കിടന്ന മൃതദേഹത്തിന് അരയ്ക്ക് മുകളിലുള്ള ഭാഗം ഉണ്ടായിരുന്നില്ല. ട്രാക്ക് സൂട്ട് ഇട്ട ഇരുകാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വൈകിട്ട് 4 മണിയോടെ പാറമടയിൽ ചൂണ്ടയിടാനെത്തിയ 2 പേരാണ് മൃതദേഹം കണ്ടത്. ഇവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ശരീരത്തിന്റെ പകുതി ഭാഗം മീനുകൾ കൊത്തി വേർപെടുത്തിയതാകാമെന്നും ഇങ്ങനെയായിരിക്കാം മൃതദേഹം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നത് എന്നുമാണ് പ്രാഥമിക നിഗമനം. ഇരുട്ട് വീണതിനാൽ ഇന്നലെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം പുറത്തെത്തിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കുറ്റാന്വേഷണ വിദഗ്ധരും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ വൻ തീപിടുത്തം. ഭൂരിഭാഗവും തടികൊണ്ട് നിർമ്മിച്ചത് തീ പടരാൻ കാരണമായെന്ന് നാട്ടുകാർ. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ വൻ തീപിടുത്തം. ഇടയാർ നാരകത്തറ ക്ഷേത്രത്തിലാണ് ഇന്നലെ രാത്രിയോടെ തീപിടുത്തം ഉണ്ടായത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള കലവറയിൽ തീ പടരുകയായിരുന്നു. തീ അണയ്ക്കാനായി നിരവധി ഫയർ എഞ്ചിനുകളാണ് സ്ഥലത്തെത്തിയത്. ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചത് തടികൊണ്ടാണ്. അതുകൊണ്ടാണ് തീ പടരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്.